നവജാത ശിശുവിനെയും ചുമന്ന റെയിൽപാളം കടത്തി ഒറ്റപ്പാലം പള്ളത്ത് നിവാസികളുടെ ദുരിതം തുടരുന്നു. അടിസ്ഥാന യാത്രാ സൗകര്യങ്ങളുടെ അഭാവം ഒറ്റപ്പാലത്തെ ഒരു കുടുംബത്തിന് സമ്മാനിച്ച ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളിലൊന്നാണ്. വീട്ടിൽ പ്രസവിച്ച യുവതിയെയും മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും സ്ട്രെച്ചറിൽ ചുമന്ന് റെയിൽപാളം മുറിച്ചു കടത്തി ആംബുലൻസിലേക്ക് എത്തിക്കേണ്ടി വന്ന സംഭവം പള്ളം പ്രദേശത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ദുരിതത്തിന് വീണ്ടും ശ്രദ്ധയാകർഷിക്കുകയാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പുഴയ്ക്കുമിടയിലെ പള്ളം മേഖലയിലെ ജനങ്ങൾ ഇന്നും സുരക്ഷിതമായ യാത്രാമാർഗമില്ലാതെ കഴിയുകയാണ്. റെയിൽപാളം മുറിച്ചു കടക്കാൻ സൗകര്യമില്ലാത്തതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിലെത്തിക്കുന്നത് നാട്ടുകാർക്ക് വലിയ വെല്ലുവിളിയാണ്. സമീപ ദിവസമാണ് വീട്ടിൽ പ്രസവിച്ച തമിഴ്നാട് സ്വദേശിനിയെയും നവജാത ശിശുവിനെയും ചികിത്സയ്ക്കായി ആംബുലൻസിൽ എത്തിക്കേണ്ട സാഹചര്യമുണ്ടായത്. സ്ട്രെച്ചറിൽ കിടത്തിയ അമ്മയെയും കുഞ്ഞിനെയും പ്രദേശവാസികൾ ചേർന്ന ഇടുങ്ങിയ നടപ്പാതയിലൂടെ ചുമന്നാണ് റെയിൽപാളത്തിന് മറുവശത്തേക്ക് എത്തിച്ചത്. മായന്നൂർ പാലം മുതൽ പള്ളം വരെയുള്ള ഭാഗങ്ങളിലുള്ള കുടുംബങ്ങളാണ് ഈ ദുരവസ്ഥ നേരിടുന്നത്. ഒരാൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന ഇടുങ്ങിയ വഴിയാണ് നിലവിലുള്ളത്. ശാന്തിനഗർ ഭാഗത്ത് അവസാനിക്കുന്ന റോഡിലെത്താൻ കാടുവഴിയിലൂടെ ഏകദേശം 300 മീറ്റർ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. യാത്രാ സൗകര്യങ്ങളുടെ അഭാവം കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടെ നിരവധി കുടുംബങ്ങൾ പ്രദേശം വിട്ടു പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന പല വീടുകളിലും ഇപ്പോൾ അതിഥി തൊഴിലാളികളാണ് താമസിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ അറ്റത്തുകൂടി ചിലർ അനൌദ്യോഗികമായി പാളം മുറിച്ചു കടക്കാറുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ വഴി അടയ്ക്കാനുള്ള നീക്കം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് നടപ്പായില്ല. മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും റെയിൽവേയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതിനിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം പള്ള നിവാസികളുടെ ദൈനംദിന ജീവിതത്തെ ഇന്നും ദുരിതത്തിലാക്കുകയാണ്.